അതിലവർ പറഞ്ഞ കാര്യം അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു എന്നാണ്. എന്റെ 2-3 വീഡിയോയിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കാരസലാഹിക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ശറഹ് അർബഈൻ നബവി കൃത്യമായിട്ട് ഞാൻ വായിച്ച ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് വെച്ചിട്ട് കാരസലാഹി മറുപടി പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഏതാനും ആഴ്ചകളായി കാര്യകാരണ ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്തയിലെ ഒരു മുസ്ലിയാർ വലിയ കാര്യമായി ഉന്നയിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച നമ്മൾ ആരംഭിച്ചത്. പ്രാമാണികമായി തന്നെ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ അൽഹംദുലില്ലാ നമുക്ക് സാധിച്ചു. ചോദ്യം ഉന്നയിച്ച മുസ്ലിയാർ വലിയ കാര്യമായി അയാൾ ചോദ്യം ഉന്നയിച്ചു. പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് ഓരോന്നിനും മറുപടി നമ്മൾ കൊടുത്തു. ആ മറുപടികൾക്ക് മുമ്പിൽ പകച്ചുപോയ മുസ്ലിയാർ വീണ് കിട്ടിയ കച്ചിത്തുരുമ്പുമായി ഓടി വരികയുണ്ടായി. അതിൻ്റെ അവസ്ഥ എന്താണ് എന്നും കൃത്യമായി നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളും ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. സൃഷ്ടികളുടെയും സൃഷ്ടാവിൻ്റെയും കഴിവിനെ വേർതിരിക്കുന്നിടത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയതായ വിശദീകരണങ്ങളിൽ, ചർച്ചകളിൽ പ്രത്യേകമായി നമ്മൾ കാണുന്ന പ്രയോഗങ്ങളാണ് സാധാരണയായി ഉള്ള കാരണങ്ങൾ, അസാധാരണമായിട്ടുള്ള കാരണങ്ങൾ. സൃഷ്ടികളിലൂടെ നടക്കുന്നത് സൃഷ്ടാവിലൂടെ നടന്നു കിട്ടുന്നത്, സമാനമായ പ്രയോഗങ്ങൾ, ചർച്ചകൾ നമുക്ക് നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ചോദ്യം ഉന്നയിച്ച മുസ്ലിയാർ ഇപ്പോഴും അതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ഏത് ഗ്രന്ഥത്തിലാണ് കാണാൻ കഴിയുന്നത്? ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യവുമെന്ന് അഹ്ലുസുന്നയുടെ ഏത് ഇമാമിന്റെ കിതാബിലുണ്ട്? അത് നിങ്ങളെ കൊണ്ട് പറയും. അതങ്ങൾക്ക് പറയാൻ കഴിയാത്തത് പറയിപ്പിക്കും ഞങ്ങള്. അപ്പോ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്. ഏത്? ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത് കാര്യകാരണ ബന്ധങ്ങൾ എന്നത് എവിടുന്നാണ് കിട്ടിയത്? അത് ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അതിൻ്റെ ഉത്തരമാണ് കിട്ടേണ്ടത്. 3 തവണ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. എന്നിട്ടും മുസ്ലിയാർ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഷിയാ സൂഫികളുടെ തൗഹീദിന് അടിമപ്പെട്ടു പോകുന്ന മുസ്ലിയാക്കന്മാർക്ക് അഹ്ലുസുന്ന വൽ ജമാഅയുടെ തൗഹീദ് പെട്ടെന്ന് ദഹിക്കൂല. അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും കഴിയൂല. ഇവരുടെ തൗഹീദിനെ പറ്റി ഇവർ തന്നെ എഴുതിയതെന്താ? ഇത് അൽ മുബാറക് എന്ന് പറയുന്ന സമസ്തയുടെ പഴയകാല പ്രസിദ്ധീകരണമാണ്. അതിലവർ പറഞ്ഞ കാര്യം അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു എന്നാണ്. സാധാരണക്കാർ വളരെ ഗൗരവത്തിൽ ഇത് കേൾക്കണം. സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു എന്നാണ്. ആരാണ് ഷിയാക്കൾ? അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ്. അഹ്ലുസുന്നയുടെ ആശയത്തിന് തീർത്തും വിപരീതമായി നിലനിൽക്കുന്ന ആളുകളാണ് ആര്? ഷിയാക്കൾ. അടിസ്ഥാനപരമായ വിശ്വാസമായ തൗഹീദിൽ 2 കൂട്ടരും ഒന്നാണ്. അവരുടെ തൗഹീദിൻ്റെ അടിസ്ഥാനം എന്താ? കൊടുത്ത കഴിവ് എന്നതാണ്. കൊടുത്ത കഴിവ്. മരണപ്പെട്ടവർക്ക് അള്ളാഹു എന്തിനും ഏതിനും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ലോകത്ത് ഷിയാക്കൾ പ്രചരിപ്പിച്ച വിശ്വാസം. അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരുടെ ഇമാമായ ഹുമൈനിയെ പോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ, കശ്ഫുൽ അസ്റാറിലൊക്കെ ഇത് കാണാം. ഇവിടെ സമസ്തയും പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഔദാര്യമായി കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്തും ഏതും ചെയ്തു തരാനുള്ള, സഫലമാക്കി തരാനുള്ള കഴിവ് ഔദാര്യമായി കൊടുത്തിട്ടുണ്ട്. ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് സമസ്ത പഠിപ്പിക്കുന്ന വാദമാണ്. അതുപോലെ തന്നെ സൂഫികൾ അദ്വൈത അവതാരവാദം പഠിപ്പിക്കുന്നു. അള്ളാഹു എല്ലാറ്റിലും അവതരിക്കുന്നു. സൃഷ്ടികൾ എന്ന് ഒന്നില്ല, എല്ലാം അള്ളയാണ്. ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് ലയിക്കുന്നു.
ഞാൻ അള്ളയാണ്, അവൻ അള്ളയാണ്, നീ അള്ളയാണ്, ഞങ്ങൾ അള്ളയാണ് എന്ന് പറയുന്ന സൂഫികളുടെ തൗഹീദാണ് സമസ്തയിൽ ഉള്ളത്. അതുണ്ടായിരിക്കെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ തൗഹീദ് എത്ര നമ്മൾ വിശദീകരിച്ചു കൊടുത്താലും അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിഞ്ഞു എന്ന് വരില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ കാര്യം നമ്മൾ കൃത്യമായി ആദ്യം പ്രൂഫ് പോയിന്റിൽ വിശദീകരണത്തിനെടുത്തു. അപ്പോൾ അദ്ദേഹം വീണ്ടും അതിൻ്റെ പിന്നാലെ വന്നു. നമ്മൾ അതിന് മറുപടി കൊടുത്തു. ഇപ്പം അദ്ദേഹത്തിൻ്റെ പരാതി മറുപടിയുടെ പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട് എന്നാണ്. സാധു മുസ്ലിയാർ വിചാരിച്ചത് വിസ്ഡം എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം, ഒരു മാധ്യമം മാത്രമാണ്. അങ്ങനെയല്ല മുസ്ലിയാരെ. ആദർശപരമായി പ്രതിരോധം തീർക്കാൻ പല സംവിധാനങ്ങളും പല മാധ്യമങ്ങളുമുണ്ട്. മുസ്ലിയാർ മറുപടിയുമായി വരുമ്പോൾ ഞങ്ങൾ നിരീക്ഷിക്കും. നിരീക്ഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യം നിലവാരമില്ലാത്ത മറുപടിയാണ്. നിലവാരമില്ലാത്ത മറുപടിയെ അതർഹിക്കുന്ന പരിഗണനയിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ മറുപടി നമ്മൾ എന്ത് ചെയ്തു? വിസ്ഡം യൂത്ത് വെളിച്ചം എന്ന നമ്മുടെ ചാനൽ വഴി കൊടുത്തു. സാധു വിചാരിച്ചത് ഇത് ഈയുള്ളവൻ്റെ എന്തോ ഒരു സംവിധാനമാണ് എന്നാണ്. പ്രിയപ്പെട്ട മുസ്ലിയാരെ, പ്രൂഫ് പോയിന്റ് എന്ന സംവിധാനവും വിസ്ഡം വെളിച്ചം എന്ന യൂത്ത് വെളിച്ചം എന്ന സംവിധാനവും ഇതൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന മാധ്യമങ്ങളാണ്. നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾക്ക് എന്തോ ഒരു അവഗണന അതിലൂടെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നു എന്ന് പറയാനുള്ളൂ. അതുകൊണ്ട് സംവിധാനം ചാനൽ മാറ്റി എന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങളെ മറുപടിയുടെ നിലവാരം പരിഗണിച്ചുകൊണ്ടാണ് മാറ്റിയത്. ഇനി മാത്രവുമല്ല, മുസ്ലിയാർ പിന്നീട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇമാം റാസി റഹിമഉള്ളയുടെ തഫ്സീർ വെച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുത്തിരുന്നു. മൂപ്പര് വീണ്ടും പറയുന്നു മറുപടി കിട്ടിയിട്ടില്ല, മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് മുസ്ലിയാർ എന്താണ് അംഗീകരിക്കുന്നത്? അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് മുസ്ലിയാരും പറയുന്നത്. മലയാളത്തിലെ പദങ്ങൾ മാറ്റിയതുകൊണ്ട് മുസ്ലിയാരെ ആശയം രണ്ടാവുകയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നതിന് നിങ്ങൾ എന്താണ് പ്രയോഗിക്കുന്നത്? സാധാരണയല്ലാത്ത കാരണങ്ങൾ, സാധാരണയായിട്ടുള്ള കാരണങ്ങൾ. ഇത് രണ്ടും മുസ്ലിയാരെ ഒന്നാണ്. അത് കൃത്യമായി കഴിഞ്ഞ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഈയുള്ളവനെന്ന് ചോദിച്ചിരുന്നു, മുസ്ലിയാരെ നിങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് പ്രശ്നം. ശരി, എന്നാൽ നിങ്ങൾ പറയുന്ന അതേ പദങ്ങൾ ഞങ്ങൾ എടുക്കാം. എന്താണ്? ഇമാം റാസിയുടെ തഫ്സീർ വായിച്ച് അവസാനം മുസ്ലിയാർ പറഞ്ഞ മറുപടിയിലും അംഗീകരിച്ച കാര്യം എന്താണ്? അതുകൂടി നമ്മളൊന്ന് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് രൂപത്തിൽ സഹായിച്ചു. ഒന്ന്, സാധാരണ നിലയിൽ നമുക്ക് അറിയാത്ത കാരണങ്ങൾ മുഖേനയുള്ള സഹായം. രണ്ടോ, സാധാരണമായ മാർഗത്തിലൂടെയുള്ള സഹായം. ഇത് മാത്രമേ അവിടെയുള്ളൂ. കേട്ടല്ലോ, ഇത് മാത്രമേ അവിടെ ഉള്ളൂ. മുസ്ലിയാരെ അതന്നെ ഞങ്ങളും പറഞ്ഞത്. സാധാരണയല്ലാത്ത കാരണങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നു, കാര്യകാരണങ്ങൾക്ക് ഉള്ളിൽ, കാരണങ്ങൾക്കപ്പുറം എന്ന് മറ്റൊരു പ്രയോഗം നടത്തുന്നു. ഇതിലെവിടെയാണ് വേർതിരിവുള്ളത്? ഒരു വേർതിരിവും ഇല്ല. അപ്പോൾ ഈ മറുപടിയുടെ, ഈ ചർച്ചയുടെ കൃത്യമായ വിജയം, ഫലം എന്താണ്? മുസ്ലിയാർ അഹ്ലുസുന്ന പറഞ്ഞ ആശയത്തിലേക്ക്, വാദത്തിലേക്ക് വാക്കിലൂടെ വന്നിട്ടുണ്ട്. വിശ്വാസപരമായി മാറിയിട്ടില്ല, വാക്കാൽ നിങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ പരാതി എന്താ? എവിടെയാണ് തൗഹീദും ശിർക്കുമായി ഇത് ബന്ധപ്പെടുന്നത്? അതിനുള്ള മറുപടി പറയവേ ഈയുള്ളവൻ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ സഹായം അത് തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലേ? എന്താണ് മുസ്ലിയാരെ ഒന്നും അറിയാത്ത രൂപത്തിൽ നിങ്ങൾ അഭിനയിക്കുന്നത്? അള്ളാഹു സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ സഹോദരങ്ങളെ തൗഹീദിൻ്റെ ഭാഗം? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് റബ്ബിൽ നിന്ന് തൗഹീദായി ഏകനായ ആരാധ്യനോട് കാര്യം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടമല്ലേ? അതുപോലും മനസ്സിലാക്കാനുള്ള വിവേകം മുസ്ലിയാർക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക?
എന്താണ് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ കാര്യം? അള്ളാഹു സഹായിച്ചു, വിശ്വാസികളെ കൊണ്ട് അള്ളാഹു സഹായിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞു, ഖുൽനാ അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ലാകിന്നഹു അലാ ഖിസ്മൈൻ. ശക്തി കിട്ടുക എന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. പക്ഷെ രണ്ട് രീതിയിൽ അതുണ്ട്. അഹദുഹുമാ, രണ്ടിൽ ഒന്ന് ഏതാണ്? മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേനയല്ലാതെ, ഇത് മാത്രമേ അവിടെ ഉള്ളൂ. ഈ കാര്യത്തിനാണ് മറ്റൊരു രൂപത്തിൽ എന്തു പറയുക? കാര്യകാരണ ബന്ധങ്ങൾ അല്ലാതെ, കാര്യകാരണ ബന്ധങ്ങൾ കൂടാതെ. രണ്ടും ഒന്നാണ് മുസ്ലിയാരെ. അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് തൗഹീദ്. ഇനി അതല്ല, ഈ ആയത്ത് കർമ്മശാസ്ത്രം പഠിപ്പിക്കാനാണോ, തർക്കശാസ്ത്രം പഠിപ്പിക്കാനാണോ? ആണെങ്കിൽ നിങ്ങൾ പറയൂ തൗഹീദുമായി ഈ ആയത്തിന് ബന്ധമില്ല എന്നാണെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. രണ്ടാമത്തത് മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. സാധാരണ നിലക്ക് അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന, അഥവാ സൃഷ്ടികളുടെ കയ്യാൽ കാര്യകാരണ ബന്ധങ്ങളിലൂടെ അള്ളാഹു നമുക്ക് ഒരുക്കിയിട്ടുള്ള സഹായമാണ്. അവ മുസ്ലിയാരെ ഇത് വ്യക്തമാണ്. എന്നിട്ട് ഇമാം റാസി തങ്ങൾ ആയത്തിൻ്റെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം എന്ന് കൃത്യമായി തെളിവ് അവിടെ അറിയിക്കുകയും ചെയ്തു. മുസ്ലിയാർ ഒന്നിനും മറുപടി പറയില്ല. നമ്മൾ ചോദിച്ചിരുന്നു, ഇത് തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലേ? അത് കേട്ട ഭാവം പോലുമില്ല. അല്ലെങ്കിൽ പറയൂ, അല്ല അത് കർമ്മശാസ്ത്രമാണ്, അത് വേറെ എന്തെങ്കിലും കാര്യമാണ്. ഇതൊന്നും പറയാതെ എവിടെയാണ് തെളിവ്, എവിടെയാണ് ബന്ധം എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല മുസ്ലിയാരെ. ഇനി ഇമാം നവവി റഹിമഹുല്ലയുടെ കാര്യം നമ്മൾ വായിച്ചിരുന്നു. മുസ്ലിയാർ പറയട്ടെ, കേട്ടോളി. ഞാൻ എന്റെ 2-3 വീഡിയോയിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കാരസലാഹിക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ശറഹ് അർബഈൻ നവവി കൃത്യമായിട്ട് ഞാൻ വായിച്ച ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരസലാഹി മറുപടി പറഞ്ഞിട്ടില്ല. മുസ്ലിയാരെ യാതൊരു പേടി ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടതിന് ഈ ഉള്ളവനാണ് ആദ്യം ഇമാം നവവി റഹിമഹുല്ലയുടെ ഈ കിതാബ് ഈ ഉള്ളവനാണ് കാണിച്ചത്, മുസ്ലിയാരല്ല കാണിച്ചത്. മുസ്ലിയാരുടെ ചോദ്യത്തിന് മറുപടി പറയവേ ഈ ഉള്ളവനാണ് ആദ്യം ഈ ഗ്രന്ഥം കാണിച്ചത്. ആ ഗ്രന്ഥം കാണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇതാ ഇമാം നവവി റഹിമഹുല്ല ഇതിൽ കൊടുത്ത ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സാധാരണ നടക്കുന്നത് അസാധാരണമായി നടക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉള്ളവനാണ് ഇത് ആദ്യം കാണിച്ചത്. അപ്പൊ മുസ്ലിയാർ എടുത്തു വന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെടുക? അതും കൃത്യമായി പറഞ്ഞു കൊടുത്തു. കാരണം ഇമാം നവവി റഹിമഹുല്ല 19-ാമത്തെ ഹദീസ് ഇനായത്തുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം അത് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന ഹദീസ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. ചില വചനങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ. എന്താണത്? ഇഹ്ഫളില്ലാ യഹ്ഫളക. നീ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിനക്ക് അള്ളാഹുവിനെ കാണാം. പിന്നെയോ ഇദാ സഅൽത ഫസ്അലില്ലാ. നീ ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടിയാൽ അള്ളാഹിനോട് തേടണം. മുസ്ലിയാരെ, ഇത് തൗഹീദല്ലേ? തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസല്ലേ ഇത്? അതിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ഹദീസല്ലേ ഇത്? എന്താണ് ഈ ഉള്ളവന്റെ കഴിഞ്ഞ ചോദ്യം നിങ്ങൾ കേൾക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, അല്ല ഇത് കർമ്മശാസ്ത്രമാണ്, സക്കാത്തിനെ കുറിച്ചാണ്, നോമ്പിനെ കുറിച്ചാണ്, ഹജ്ജിനെ കുറിച്ചാണ്, അങ്ങനെ പറയൂ. ഇത് തൗഹീദാണ്, ഇസ്ലാമിൻ്റെ അടിത്തറയെക്കുറിച്ചാണ് ഈ പഠിപ്പിക്കുന്നത്. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ കാര്യമാണെന്ത്? ثم إن كانت الحاجة التي يسألها لم تجري العادة بجريانها على أيدي خلقه. സൃഷ്ടികളുടെ കയ്യാൽ നടന്നു കിട്ടാത്ത കാര്യങ്ങൾ ചോദിക്കുക. ഏതുപോലെ? കത്വലബിൽ ഹിദായ, ഹിദായത്ത് ചോദിക്കുക, അറിവ് ചോദിക്കുക, അറിഞ്ഞ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ഗ്രാഹ്യത ചോദിക്കുക. അതേപോലെ തന്നെ രോഗം ശമനം കിട്ടാൻ ചോദിക്കുക, ആഫിയത്ത് കിട്ടാൻ വേണ്ടി ചോദിക്കുക. ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതാണ്. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, ഡോക്ടറെ കണ്ടാൽ ശിർക്കാകുമോ?
കാണൂല മുസ്ലിയാരെ. ശമനം നൽകുന്നവൻ ഡോക്ടറല്ല, ശമനത്തിന് കാരണമാകുന്ന മരുന്ന് നിർദ്ദേശിക്കുന്ന ആളാണ് ഡോക്ടർ. അത് ഇസ്ലാം പഠിപ്പിച്ച കാരണമാണ്. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. തദാവഊ, നിങ്ങൾ മരുന്ന് അന്വേഷിക്കുക. ഇത് സൃഷ്ടികളെ കൊണ്ട് സാധിക്കുന്ന കാരണമാണ്. എന്നാലോ ആ മരുന്നുപയോഗിച്ച് ശമനം നൽകുക എന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഭക്ഷണവും വെള്ളവും കുടിച്ചാൽ ആഫിയത്ത് കിട്ടും, അല്ല കാരണമാക്കിയതാണ്. ആ ഭക്ഷണം കഴിക്കൽ, ആ വെള്ളം കുടിക്കൽ, അത് കാരണം റബ്ബാണ് നമുക്ക് ആഫിയത്ത് നൽകുന്നവൻ. ഈ നിലക്ക് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പമാണ്. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ കാര്യവും തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാലും മുസ്ലിയാർ ചോദിക്കും, അതെങ്ങനെയാണ് ബന്ധം? ആ ബന്ധം മനസ്സിലാകണമെങ്കിൽ ഷിയാ തൗഹീദും സൂഫി തൗഹീദും നിങ്ങൾ ഇറക്കി വെക്കണം, അല്ലാതെ നിർവാഹമില്ല. അഹ്ലുസുന്നയുടെ കറകളഞ്ഞ തൗഹീദിലേക്ക് നിങ്ങൾ കടന്നു വരണം. പിന്നെയോ ഇബ്നു കസീർ റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച കയറി വന്നിരുന്നു. ആ ചർച്ച കൂടി ഒന്ന് കേൾക്കുക. ഈ തഫ്സീർ ഇബ്നു കസീറിന്റെ മുഴുവൻ വാള്യത്തിലും എവിടെയെങ്കിലും അള്ളാഹു അഭൗതികവും ബാക്കിയുള്ള സൃഷ്ടികൾ മുഴുവൻ ഭൗതികവുമാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? 2, അതാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമെന്ന് തഫ്സീർ ഇബ്നു കസീറിൽ എവിടെ പറഞ്ഞു? ഒരു കിതാബിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഭൗതികം അഭൗതികം അഥവാ കാണുന്ന ലോകം കാണാത്ത ലോകം, പ്രപഞ്ചം പ്രപഞ്ചമല്ലാത്തത്, ഈ നിലക്കുള്ള കാര്യം മുസ്ലിയാർക്ക് മറുപടിയായി നമ്മൾ കൊടുത്തിരുന്നു. മുസ്ലിയാരോട് പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ എങ്കിലും നിങ്ങൾ പഠിക്കണം. കാരണം ആ സൂറത്ത് ആരംഭിക്കുമ്പോൾ തന്നെ സൃഷ്ടാവ് ആരാണ്, സൃഷ്ടികൾ ആരാണ് എന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. അത് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. മുസ്ലിയാർക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ ഈ ആയത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തല്ല എന്നത്? അവിടെ ആലം എന്ന ചർച്ച, ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് ആലമൂൻ, ലോകർ എന്നത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടെ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്താണ്? വൽ ആലമീൻ ജംഉ ആലം. ആലമീൻ എന്നത് ആലമിന്റെ ബഹുവചനമാണ്. വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജൽ. അല്ലാഹു തആല അല്ലാത്ത എല്ലാം ആലമാണ്. അല്ലാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളെല്ലാം ആലമാണ്, പ്രപഞ്ചം എന്നതിൽ പെട്ടതാണ്. ആപേക്ഷികമായി കാണാതിരിക്കാം. സാധാരണയായി നമുക്ക് പിന്നെ കാണാൻ കഴിയാത്ത പ്രകൃതമുണ്ടാകും. നമ്മെ അപേക്ഷിച്ച്, നമ്മെ സംബന്ധിച്ച് കാണാൻ പറ്റാത്ത ജിന്നുകൾ, മലക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് വാശിയാണ്, അതൊക്കെ യഥാർത്ഥ അഭൗതികമാണ്, യഥാർത്ഥ അഭൗതികമാണ്. എന്നാൽ അതെല്ലാം ആപേക്ഷിക അഭൗതികമാണ്, യഥാർത്ഥ അഭൗതികമല്ല. ഇവർക്ക് മരിച്ചവർ ഇടപെടണം. ആ ഇടപെടൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള ഇടപെടലാണ് എന്ന് സ്ഥാപിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ഏതായിരുന്നാലും അഭൗതികമായ വഴിക്ക് ഇടപെടുന്ന ഏക ശക്തി ആര് മാത്രമുള്ളൂ? അള്ളാഹു മാത്രം, യഥാർത്ഥ അഭൗതികം. ഇനി മുസ്ലിയാർ ഇത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ തെളിയിക്കേണ്ട കാര്യം എന്താ അറിയോ? അള്ളാഹു ആലമിൽപ്പെട്ടതാണ് എന്ന് തെളിയിക്കണം. അതാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും പോലെ ആലമിൽപ്പെട്ട ശക്തിയല്ല എന്നാണ് ഒന്നാമത്തെ ആയത്തോടെ പഠിപ്പിക്കുന്നത്. അത് മുസ്ലിയാർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. എന്നിട്ട് തെളിവായിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ വർത്തമാനം പറഞ്ഞു പോവുക എന്നല്ലാതെ ഒന്നും തന്നെ മുസ്ലിയാർ ചെയ്യുന്നില്ല. മാത്രവുമല്ല, ഒരു കച്ചിത്തുരുമ്പ് എടുത്തു വന്നിരുന്നു. ആ കച്ചിത്തുരുമ്പിൽ എന്താ ഉള്ളത്? ആപേക്ഷികമായി അവർ അഭൗതികമാണ്. അപ്പം ആ അഭൗതികം കണ്ടപ്പോൾ മുസ്ലിയാർ ചാടിക്കൊത്തി. ഒന്നുമില്ല എന്ന് കഴിഞ്ഞ മറുപടിയിൽ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നെ മുസ്ലിയാർ പറഞ്ഞത് എന്താ? സമസ്തയുടെ സഹായതേട്ടം അഭൗതിക മാർഗേണയുള്ള സഹായതേട്ടമാകും. അതുറപ്പാണ്. കാരണം ഒരു സൃഷ്ടിയെക്കൊണ്ട് സാധിപ്പിച്ചു തരാൻ കഴിയാത്ത കാര്യങ്ങളാണ് സമസ്തക്കാർ ചോദിക്കുന്നത്. ജീവിച്ചവരോടും മരിച്ചവരോടും ഒക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ മാർഗത്തിലൂടെ ഇടപെടുന്നവൻ അഥവാ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്
മരിച്ചവരോട് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കാര്യത്തെക്കുറിച്ചാണ് അൽ-ഇസ്ലാഹ് മാസികയിൽ എഴുതിയത്. അതുകൊണ്ടാണ് ഈ ഉള്ളവൻ പറ അത് കച്ചിത്തുരുമ്പാണ്, അതിലൊന്നുമില്ല. മറുപടിയുമായി വന്നപ്പോൾ മുസ്ലിയാർക്ക് അതിൽ കൂടുതലായി വല്ലതും കാണിക്കാൻ സാധിച്ചോ? ഇല്ല. പിന്നെയോ നമ്മൾ അങ്ങോട്ട് കൃത്യമായി ചോദിച്ച കാര്യങ്ങൾ മുസ്ലിയാർ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്താണ്? അഭൗതിക മാർഗത്തിലൂടെ നിങ്ങളെ ഔലിയാക്കൾ സഹായിക്കുന്നു എന്നാണല്ലോ നിങ്ങളെ വാദം. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പങ്കാളികളെ സ്വീകരിച്ചിട്ടില്ല. അല്ലാഹ്ക്ക് തുല്യരായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യരായി ആരുമില്ല. പക്ഷേ മരണപ്പെട്ട CM മടവൂരിനെ അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും എന്ന് പരിചയപ്പെടുത്തിയതാരാ? നിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ? ആ തൗഹീദ് ഏതാണ്? അത് ഷിയാ തൗഹീദാണ്, അത് സൂഫി തൗഹീദാണ്. അവസാനം CM മടവൂർ അല്ലയാണ്, റബ്ബാണ്, മലക്കൂത്തിന്റെ അധിപനാണ്, ഇലാഹാണ് എന്നൊക്കെ നിങ്ങൾ വാദിച്ചില്ലേ? നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? എന്താ നിങ്ങൾ മറുപടി പറയാതെ പോയത്? ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി. എന്താ മറുപടി പറയാതെ മുസ്ലിയാർ പോയത്? ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ എന്താ അറിയോ? അഹിയൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമി. ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാളെ CM മടവൂര് കറാമത്ത് കൊണ്ട് ജീവിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കാനും മരിച്ചവരെ ജീവിപ്പിക്കാനുമുള്ള കഴിവ് ആരുടേതാ മുസ്ലിയാരെ? അതാണ് നിങ്ങൾ ഇവിടെ മരണപ്പെട്ടവരോട് ചോദിക്കുക. ആ അള്ളാന്റെ കഴിവാണ്. അത് ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റൂല. കറാമത്ത് കൊണ്ടും മുഅ്ജിസത്ത് കൊണ്ടും അതല്ല പഠിപ്പിക്കപ്പെട്ടത്. അവിടെയാണ് നിങ്ങൾ കുടുങ്ങുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് കാര്യകാരണ ബന്ധങ്ങളിലൂടെ സാധാരണയായി നടന്നു കിട്ടുന്ന ഒന്നല്ല. ആ കെണിയിൽ നിങ്ങൾ പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ഇതെങ്ങനെയാണ് തൗഹീദുമായി ശിർക്കുമായി ബന്ധപ്പെടുക എന്ന ചോദ്യം എഴുന്നള്ളണം. ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ പൊളിയും. പിന്നെയോ തീർന്നില്ല. ലാ മൗത ലിൽ അഖ്താബി ഇന്നാ മമാതഹും അഖ്വാ ഹയാത്തിൻ തമ്മ ഖുതുബൽ ആലമീ. ഔ, ഇവരെ ഭാഷയിലുള്ള ഔലിയാക്കളൊക്കെ മരിച്ചാൽ അവർക്ക് ശക്തി കൂടും എന്നാണ്. ശക്തി കൂടിയാലാണല്ലോ എല്ലാ ശിർക്കും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക. പറയൂ, ഇത് ഏത് തൗഹീദാണ്? നിങ്ങൾ പറയണം. ഇത് അഹ്ലുസുന്നയുടെ തൗഹീദല്ല. തീർന്നില്ല. സാധാരണക്കാർ ശ്രദ്ധിച്ചോളി. അള്ളാഹുവിൻ്റെ കുൻ എന്ന വിശേഷണം ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ അള്ളാഹുവിൻ്റെ കുൻ എന്ന വിശേഷണം ഈ CM മടവൂരിന് ചാർത്തി കൊടുക്കുകയാണ്. എങ്ങനെയെന്നറിയോ? വദുത്തസ്രീഫി മല്ലൗ ഖാല ലിശൈഇൻ കുൻ ലകാന. ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നിടത്ത് അതുണ്ടാകട്ടെ എന്ന് CM മടവൂര് പറഞ്ഞാൽ അതുണ്ടാകുന്നു. ഇതാരെ വിശേഷണമാണ്? അള്ളാഹുവിൻ്റേത്. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലാണോ മുസ്ലിയാരെ? സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണോ മുസ്ലിയാരെ? നിങ്ങൾ മറുപടി പറയണം. മറുപടി പറയാതെ പ്ലാറ്റ്ഫോം മാറ്റി എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഒരു പ്ലാറ്റ്ഫോം മാറ്റിയിട്ടില്ല. വിസ്ഡത്തിന്റെ ചാനലിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇനി തീർന്നില്ല. ഇയാൾ പറയാണ്, ഇയാളുടെ അടുത്തൊരു സഖാഫി വന്നിട്ട് പറഞ്ഞു അത്രേ, അന അഖൂലു അൻക ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ഞാൻ നിങ്ങളെപ്പറ്റി പറയുകയാണ്, നിങ്ങൾ ഖുതുബുൽ അഖ്താബാണ്, മുദബ്ബിറുൽ ആലമാണ്. അപ്പൊ CM മടവൂര് ഫഅബാൻ, ഓ ശരിയാണ് ശരിയാണ്. എന്നിട്ടോ ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഹിൽ മഖ്സദി. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, ഇതൊക്കെ ചെറിയ ചെറിയ പ്രശംസയാണ്. ആലോചിക്കൂ സഹോദരങ്ങളെ, മുദബ്ബിറുൽ ആലം ആരാ? അല്ലാഹുവല്ലേ? അല്ലാഹുവല്ലേ? CM മടവൂര് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി ഇടപെടുമെന്ന് തെളിയിക്കൂ നിങ്ങൾ. അവിടെ പൊളിയും നിങ്ങളെ കള്ളത്തരം, നിങ്ങളെ കാപഢ്യം അവിടെ മറനീക്കപ്പെടും. എന്താ നിങ്ങൾക്കൊരു പേടി? പേടിച്ചു പോകരുത്. നിങ്ങൾ കൃത്യമായ ഉത്തരം പറയൂ. ഇതൊക്കെ നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ച കാര്യങ്ങളാണ്. പിന്നെയോ നിങ്ങളുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹം എഴുതിയ കുതുബിയത്തില്ലേ, ആ കുതുബിയത്തിൽ എന്താ? അഹിയൈത മൈതൻ ബാലിയ, ഞുരുമ്പിച്ച
ഞുരുമ്പിച്ച ഒരു മയ്യത്തിനെ ജീവിപ്പിച്ചു. കുംബിദിനി, എൻ്റെ അനുമതിയോടുകൂടി എണീറ്റ് വരൂ. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പ്രശംസിച്ചുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്തിലാ ഉള്ളത്. എവിടുക്കാ നിങ്ങൾ മുസ്ലിയാരെ ഇങ്ങനെ ചാടിപ്പടഞ്ഞ് ഓടുന്നത്? അങ്ങനെ കുതറിയോടാൻ നിങ്ങളെ സമ്മതിക്കില്ല. അതുകൊണ്ട് കൃത്യമായ തെളിവ് ഞങ്ങൾ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെടുക എന്ന് ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അടിമപ്പെട്ടത് ഷിയാ സൂഫി തൗഹീദുകൾക്കാണ്. അതിൽ നിന്ന് എന്നാണോ നിങ്ങൾ മോചിതനാകുന്നത്, അതിൽ നിന്ന് എന്നാണോ സമസ്തക്ക് മോചനം കിട്ടുന്നത്, അന്ന് മാത്രമേ അഹ്ലുസുന്നയുടെ തൗഹീദ് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വാശി വേണ്ട, അല്ലെങ്കിൽ പ്രത്യേകമായ താല്പര്യങ്ങൾ വേണ്ട. കണ്ണ് തുറന്ന് സത്യം നിങ്ങൾ കണ്ടാൽ, മനസ്സുകൊടുത്ത് ആലോചിച്ചാൽ, കാത് കൂർപ്പിച്ച് കേൾക്കാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാ ഓരോന്നും ബോധ്യപ്പെടും. ഏത് കച്ചിത്തുരുമ്പ് എടുത്തു വന്നാലും അതെല്ലാം ഉണങ്ങിയ വൈക്കോൽ തുമ്പുകൾക്ക് സമാനമായിട്ടേ കണക്കാക്കപ്പെടുകയുള്ളൂ. പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഒരു കച്ചിത്തുരുമ്പും വിജയിക്കുകയില്ല. നിങ്ങളുടെ ഒരു അജണ്ടയും പ്രമാണങ്ങൾക്ക് മുമ്പിൽ പാസ്സാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഓരോന്നിനും കൃത്യമായ മറുപടി ഈയുള്ളവൻ തന്ന പോലെ മുസ്ലിയാർക്ക് ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സത്യം കൃത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ അകറ്റേണ്ട രൂപത്തിൽ അകറ്റാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.